ആധുനിക മിസൈൽ സാങ്കേതിക വിദ്യയിൽ നമ്മുടെ രാജ്യം വളരെ മുന്നിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇസ്രയേലിനും ഒപ്പം ഒരു മികച്ച മിസൈൽ ടെക്നോളജി, മിസൈൽ സാങ്കേതിക വിദ്യ ഒക്കെ കൈവശമുള്ള രാഷ്ട്രമാണ് ഇന്ത്യ. ബ്രഹ്മോസ് മിസൈൽ, അതായത് അതൊരു ക്രൂയിസ് മിസൈലാണ്. അത്തരമൊരു മിസൈൽ കൈവശമുള്ള അപൂർവം രാഷ്ട്രങ്ങളിൽ ഒന്നുമാണ് ഇന്ത്യ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ, ചെറിയ റോക്കറ്റുകൾ, ഇതൊക്കെ ഉപയോഗിക്കുന്നതിൽ അല്ലെങ്കിൽ ഇതൊക്കെ വികസിപ്പിച്ചെടുക്കുന്നതിൽ, ശത്രുവിന് മേൽ മാരകമായ പ്രഹരങ്ങൾ ഏൽപ്പിക്കുന്നതിൽ ഒക്കെ നാം റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒപ്പം തന്നെയാണ്. ഒരു പടി മുകളിലാണെങ്കിലേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാനിത് പറയുമ്പോൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് അതിശയോക്തി എന്ന് തോന്നും. അങ്ങനെയല്ല. ഈ ബ്രഹ്മോസ് എന്ന ടെക്നോളജി, ബ്രഹ്മോസ് മിസൈല് ഇന്ന് ഇന്ത്യയുടെ കൈവശമുണ്ട്. അത്തരമൊരു മിസൈൽ ഇന്ന് ഒരു ലോകരാഷ്ട്രങ്ങളുടെ കൈവശവും ഇല്ല എന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും തന്നെ അത്ഭുതമില്ല. കാരണം അത്രയേറെ പ്രയത്നിച്ചിട്ടാണ് നമ്മൾ റഷ്യൻ സഹായത്തോടുകൂടി ആ മിസൈൽ വികസിപ്പിച്ചെടുത്തത്. എന്തായാലും ഞാൻ അതിലേക്കല്ല, അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഒരു വലിയ നേട്ടം കൈവരിച്ചു. അത് മറ്റൊന്നുമല്ല, ഒരേ വിക്ഷേപണത്തറയിൽ നിന്ന് ഇരട്ട വിക്ഷേപണങ്ങൾ, മിസൈലുകളുടെ ഇരട്ട വിക്ഷേപണങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായിട്ട് രണ്ട് മിസൈലുകൾ വിക്ഷേപിച്ച് വിജയകരമായി വിക്ഷേപിക്കാൻ നമുക്ക് സാധിച്ചു. ലക്ഷ്യം ഭേദിച്ചു. എല്ലാ പരീക്ഷണങ്ങളെയും അത് അതിജീവിച്ച് വിജയിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. അതായത് നമുക്കറിയാം, ഒഡീഷയിലെ ചാന്ദിപ്പൂരിലുള്ള വിക്ഷേപണത്തറയിൽ നിന്നുമാണ് ഈ രണ്ട് മിസൈലുകൾ, പ്രളയ് എന്ന് പേരിട്ടിട്ടുള്ള ഈ രണ്ട് മിസൈലുകൾ വിക്ഷേപിച്ചത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിലൊക്കെ നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ യശശരീരനായ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിനും അദ്ദേഹത്തിൻ്റെ ശിഷ്യ സമ്പത്തിനോടുമാണ്. പിന്നാലെ വന്ന ടെസ്സി തോമസിനെ പോലെയുള്ള മിസൈൽ വുമൺ, ആ മഹതിയോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരില്ല. കാരണം അത്രയേറെ അവരുടെ നേതൃത്വത്തിലുള്ള ടീം, ഇത് കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, പക്ഷെ ഒരു ടീമിനെ നയിച്ചു കൊണ്ടുപോയി ഇത്തരം നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അവിടെ ഇവരോടൊക്കെയുള്ള നന്ദി നമ്മുടെ നാട്ടുകാർ എങ്ങനെ പറഞ്ഞു തീർക്കും എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. എന്തായാലും നമ്മുടെ ശാസ്ത്രജ്ഞരുടെ മുന്നിൽ കൂപ്പുകൈകളോടുകൂടി നമ്മൾ നമ്മളുടെ ആദരവ് അർപ്പിക്കുകയാണ്. അവരുടെ ഈ നേട്ടങ്ങൾക്ക് മുന്നിൽ നമ്മൾ തലകുനിച്ച് അവരോട് ബഹുമാനം കാണിക്കുകയാണ്. ഇവിടെ നമ്മൾ രണ്ട് പ്രളയ് മിസൈലുകളാണ് ഒരേ ലോഞ്ചറിൽ നിന്ന്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വിക്ഷേപണത്തര, ഒരേ ലോഞ്ചർ. ഒരു ലോഞ്ചറിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായിട്ട് രണ്ട് മിസൈലുകളാണ് നമ്മൾ പരീക്ഷിച്ചത്. ബാലിസ്റ്റിക് ഇനത്തിൽപ്പെട്ട മിസൈലുകളാണ്. ഇത് DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്. ഒരു രാജ്യത്ത് നിന്നും നമ്മൾ വാങ്ങിയതല്ല എന്ന് മനസ്സിലാക്കണം. ഇത്തരത്തിലൊന്ന്, അതായത് ഇത്തരത്തിലൊരു ഇരട്ട വിക്ഷേപണം ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒഡീഷയിലെ ചാന്ദിപ്പൂരിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 10:30 മണിക്കായിരുന്നു ഈ പരീക്ഷണ വിക്ഷേപണം. അത് പൂർണ്ണമായിട്ടും വിജയിച്ചു. കൃത്യതയോടെ അത് ലക്ഷ്യം ഭേദിച്ചു എന്നാണ് പ്രതിരോധ വകുപ്പ് നൽകുന്ന വിവരം, DRDO പുറത്തുവിട്ട വിവരം. എന്തായാലും ഖര ഇന്ധനം ഉപയോഗിക്കുന്ന അർദ്ധ ബാലിസ്റ്റിക് മിസൈലാണിത് എന്ന് വ്യക്തമാകുന്നു. അതുപോലെ തന്നെ ഈ അത്യന്താധുനിക ദിശ നിർണയ സംവിധാനം ഇതിലുണ്ട്. ഈ മിസൈലിൽ പല തരത്തിലുള്ള പോർമുനകൾ ഘടിപ്പിക്കാം എന്ന് മാത്രമല്ല, ഒരേ സമയം പല ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ഈ പോർമുനകൾക്ക് സാധിക്കും. 5 ടൺ ഭാരവും 11 മീറ്റർ നീളവുമുള്ള മിസൈലിന് 420 mm വ്യാസമുണ്ട്. 350 മുതൽ 1000 കിലോ വരെ ഭാരമുള്ള പോർമുനകൾ ഈ മിസൈലിന് വഹിക്കാൻ കഴിയുമെന്നാണ് പുറത്തുവരുന്ന വിവരം. 500 കിലോമീറ്റർ വരെ പറന്നെത്തി ലക്ഷ്യം ഭേദിക്കാൻ, തകർക്കാൻ മിസൈലിന് കഴിയും.
മണിക്കൂറിൽ 7470 കിലോമീറ്റർ വേഗത്തിലാണ് ഈ മിസൈൽ സഞ്ചരിക്കുന്നത് എന്നുകൂടി അറിയുമ്പോഴാണ് നാം കൈവരിച്ച നേട്ടത്തിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നമ്മുടെ മിസൈൽ മാനിന്റെയും മിസൈൽ വുമണിന്റെയും പ്രയത്നം വിജയിച്ചിരിക്കുന്നു. ഇനിയും ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ഈ മിസൈലുകൾ പ്രളയ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അതായത് ശത്രുവിന്റെ മേൽ പ്രളയം വർഷിക്കുന്നത് പോലെ വെടിയുണ്ടകളുടെ, സ്ഫോടക വസ്തുക്കളുടെ, പോർമുനകളുടെ പ്രളയം ശത്രുവിന് മേൽ വർഷിക്കുന്നു എന്ന അർത്ഥം വരുന്ന തരത്തിലാണ് പ്രളയ് എന്ന പേരിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രതിരോധ വകുപ്പ് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടട്ടെ. എന്തായാലും ഒരേ ലോഞ്ചറിൽ നിന്ന് തുടർച്ചയായി ഒന്നിനു പുറകെ ഒന്നായി 2 മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഇന്ത്യ ഇതാ ലോകത്തിന് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. വലിയ അത്ഭുതകരമായ നേട്ടമാണ് നാം കൈവരിച്ചിരിക്കുന്നത്. നമ്മുടെ അറിയാം, 1998-99 കാലത്ത് നടന്ന കാർഗിൽ യുദ്ധം നമുക്കറിയാവുന്നതാണ്. നുഴഞ്ഞുകയറ്റവും അതിനെ തുടർന്നുണ്ടായ യുദ്ധവുമൊക്കെ. അന്ന് നമ്മൾ തീരുമാനിച്ചതാണ് ഇത്തരം മിസൈലുകൾ വികസിപ്പിച്ചെടുക്കുക, നിർമ്മിക്കുക, അത് വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ച് ശത്രുവിനെ നശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ അജണ്ട തന്നെയാണ്. പ്രതിരോധ വകുപ്പും DRDOയും അതിൽ വിജയിച്ചിരിക്കുന്നു. നാം ശാസ്ത്രജ്ഞരോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരൻ. കയ്യൂക്കുള്ളവനെ കയറി ചൊറിയാൻ ആരും ഒന്ന് മടിക്കും എന്നുള്ളത് ലോക നീതിയാണ്. അതൊരു ലോക സത്യവും കൂടിയാണ്. എന്തായാലും ശാസ്ത്രജ്ഞന്മാർക്ക് ഒരിക്കൽ കൂടി കയ്യടി കൊടുത്തുകൊണ്ട് നാം വീണ്ടും തല ഉയർത്തി നിൽക്കുന്നു.